ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ശാന്തിയില്ലാതെ അസ്വസ്ഥനാണ്. കാരണം പലതും ആകാം. സമാധാനം എന്ന വാക്കിന് മനുഷ്യമനസ്സിൽ ഉണർത്തുന്നത് അനേകം ചിത്രങ്ങളാണ്. ഒരു കുഞ്ഞിൻ്റെ ചിരി, ഒരു പക്ഷിയുടെ പാട്ട്, ഒരു പൂവിൻ്റെ മണം, ഒരു കടൽക്കാറ്റിൻ്റെ തഴുകൽ. ഇതൊക്കെയായും അതിലുപരിയായും സമാധാനം എന്നത് ഒരു അവസ്ഥയാണ്, ഒരു മനോഭാവമാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിലും സമൂഹത്തിലും ലോകത്തെ മുഴുവനായും സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്. വ്യക്തിയുടെ സമാധാനം, ആത്മീയമായ സമാധാനം, വിശ്വാസം, പ്രാർത്ഥന, ധ്യാനം എന്നിവയിലൂടെ നമുക്ക് ആന്തരികമായ സമാധാനം കണ്ടെത്താം. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആത്മീയ സമാധാനത്തിന് സഹായിക്കും. മാനസികമായ സമാധാനം, പോസിറ്റീവായ ചിന്തകൾ, സമ്മർദ്ദം കുറയ്ക്കൽ, മാനസികാരോഗ്യം എന്നിവ മാനസിക സമാധാനത്തിന് അത്യാവശ്യമാണ്. യോഗ, മെഡിറ്റേഷൻ, മനഃശാസ്ത്ര ചികിത്സ എന്നിവ മാനസിക സമാധാനം നിലനിർത്താൻ സഹായിക്കും. സാമൂഹികമായ സമാധാനം, നല്ല ബന്ധങ്ങൾ, സഹകരണം, സ്നേഹം എന്നിവ സാമൂഹിക സമാധാനത്തിൻ്റെ അടിസ്ഥാനമാണ്. സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ നാം ഓരോരുത്തരും സംഭാവന ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും തുല്യ നീതി ലഭിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ സമാധാനം നിലനിൽക്കൂ. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമൂഹം സമാധാനപൂർണ്ണമായിരിക്കും. യുദ്ധം ലോക സമാധാനത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണിയാണ്. ലോകത്തിലെ അസമത്വം കുറയ്ക്കുന്നതിലൂടെ ലോക സമാധാനം സാധ്യമാകും. എങ്ങനെ നമുക്ക് സമാധാനം കൈവരിക്കുവാൻ സാധിക്കും? 1. സ്വയം മാറുക. നമ്മിൽ നിന്ന് തുടങ്ങുന്ന മാറ്റം ലോകത്തെ മാറ്റും. സഹകരിക്കുക. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക. 2. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമുക്ക് ആത്മീയമായ ശക്തി നൽകും. സമാധാനം എന്നത് ഒരു സ്വപ്നമല്ല, ഒരു ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം നേടാൻ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. സമാധാനപൂർണമായ ഒരു ലോകം നമുക്ക് സാധ്യമാണ്. സമാധാനത്തിലേക്കുള്ള യാത്ര അത് പുതിയ ഒരു അനുഭവമാണ്. എന്നാൽ എൻ്റെ പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ നദി പോലെ ദിവ്യ സമാധാനം നൽകുന്നു. വിശ്വസിക്കുന്നു എങ്കിൽ ആമേൻ പറയുക.